രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. കൊറോണയുടെ ഈ സമയത്ത് സുഖമാണോ എന്നുള്ള ചോദ്യത്തിന് തന്നെ എന്ത് പ്രസക്തി അല്ലേ? പക്ഷേ നിങ്ങൾക്ക് സുഖമാണെന്ന് എനിക്കറിയാം. കഴിഞ്ഞ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചകളായിട്ട് നമ്മൾ ഈശോയുടെ വ്യക്തിത്വത്തോട് അടുക്കുകയായിരുന്നു. എനിക്കുറപ്പുണ്ട്, ഇടയ്ക്കെങ്കിലും സാന്ദർഭികമായിട്ടെങ്കിലും നിങ്ങളുടെ മനസ്സുകളിലൂടെ ഈ ഒരു ചോദ്യം കടന്നു പോയിട്ടുണ്ട്. ഞാൻ എത്രമാത്രം അകലെയാണ് എൻ്റെ ഈശോയുടെ വ്യക്തിത്വവുമായി എന്ന്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ ആ ഒരു ക്ലാസ് അവിടെ കൊണ്ട് അവസാനിക്കേണ്ടതല്ല, മറിച്ച് ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും തുടരേണ്ടതാണെന്ന്. അതങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ആഴ്ച നാം ചിന്തിക്കാൻ പോകുന്നത് ആ യാത്രയുടെ അടുത്ത പടിയെക്കുറിച്ചാണ്. എൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ കണ്ടു. അങ്ങനെയെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കേണ്ടത് ആരാണ്? ഞാനല്ലേ? എൻ്റെ വ്യക്തിത്വമല്ലേ? പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ചാണ്. അതിനു മുൻപ് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് തുടങ്ങാം. നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, ആയിരിക്കുന്ന സ്ഥിതിയിൽ നമുക്കൊന്ന് കണ്ണടയ്ക്കാം. എൻ്റെ ഈശോയെ, കഴിഞ്ഞ 2 ആഴ്ചകൾ ഞാൻ അറിയാൻ ശ്രമിക്കുകയായിരുന്നു നീ എന്താണെന്ന്. നീ കയ്പാണോ മധുരമാണോ എന്താണെന്നൊക്കെ അങ്ങ് അറിയാൻ ശ്രമിക്കുകയായിരുന്നു. അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, നീ എന്നെപ്പോലതൊക്കെ തന്നെയല്ലേ എന്ന്. എനിക്ക് നിന്നെപ്പോലെ ആവണം, നിൻ്റെ വ്യക്തിത്വം പോലെ എനിക്കാവണം. അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ എങ്ങനെയായിരിക്കേണ്ടതെന്ന് ഞാൻ അറിയേണ്ടതല്ലേ എൻ്റെ ഈശോയെ? നീയല്ലേ എന്നെ സൃഷ്ടിച്ചേ? എൻ്റെ വ്യക്തിത്വത്തിലേക്ക് നീ ഒന്ന് പ്രകാശം ചൊരിയുക. ഞാൻ എന്നെ അറിയട്ടെ. ഈ ക്ലാസ്സിൻ്റെ ഈ സമയം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാവണമേ, പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തോടു കൂടി തന്നെ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ യാത്രയിൽ എൻ്റെ കൂടെ നടക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നല്ലൊരു ആപ്പിളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അല്ലേ? ഒന്ന് നോക്കിയാൽ നിങ്ങൾ, എത്ര നല്ല രസം. കണ്ടാൽ തന്നെ എടുത്തങ്ങ് കഴിക്കാൻ തോന്നും അല്ലേ? ആക്രാന്തത്തോടെ എടുത്ത്, എന്തായിരുന്നു നിങ്ങളുടെ പ്രതീക്ഷ? നല്ല മധുരമുള്ള, നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ലൊരു ആപ്പിൾ പ്രതീക്ഷിച്ച് ഒരൊറ്റ കടി അങ്ങ് കടിച്ചു. കടിച്ചപ്പോഴാണ് മനസ്സിലായത്, ടീം തീർന്നു, കിട്ടിയത് ഈ സാധന അല്ലേ? ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? വളരെ മാന്യമായിട്ട് പറഞ്ഞാൽ ഞാൻ പറയാം, എൻ്റെ പൊന്നാപ്പിളെ, ഈ പടി നീ എനിക്ക് തരുമെന്ന് ഞാൻ കരുതിയില്ല. ശരിയല്ലേ? ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും കൈ പൊള്ളാത്തവരായിട്ട്, ഇതുപോലെ കൈ പൊള്ളാത്തവരായിട്ട് ആരാ ഉള്ളത്? നമ്മൾ ചില വ്യക്തികളിലേക്ക് ഈ ആപ്പിൾ കണക്കെ അങ്ങ് അട്രാക്റ്റ് ചെയ്യപ്പെടുക, അവരെ വളരെ വലുതായിട്ടങ്ങ് കാണുക, അടുക്കാൻ ശ്രമിക്കുക അല്ലേ? മാതൃകകളാക്കുക. പക്ഷെ ഒരു നിമിഷം പെട്ടെന്ന് തിരിച്ചറിയുക, ഈ ആപ്പിളിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഉള്ള് വെറും പൊള്ളയാ, ചീഞ്ഞതാ. ഈ ആപ്പിൾ പോലെയാണോ ഞാൻ? മുറിച്ചു വച്ചാൽ ആദ്യത്തെ രീതിയിലാണോ അത് രണ്ടാമത്തെ രീതിയിലാണോ? പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതുപോലെ ആവാനല്ല സൃഷ്ടിച്ചിരിക്കുന്നത്, മറിച്ച് ഇതുപോലെ ആവാനാ. ഒത്തിരി പേർക്ക് മധുരം പകർന്നു കൊടുക്കാനാ. അതുപോലെ മധുരം പകർന്നു കൊടുത്ത ഒരു വ്യക്തിയെ ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലേ? ആരാണെന്നറിയാവോ? ഉറപ്പ് നിങ്ങൾക്കറിയാം. 2 പേരെ അറിയാം. ഒന്ന് മദർ തെരേസ, തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ ബ്രിട്ടനിലെ രാജകുമാരിയായിരുന്ന ഡയാന അല്ലേ? 2 പേരും തമ്മിലൊരു സൗഹൃദം ഉണ്ടായിരുന്നു. ഒരാൾ ജന്മന രാജകുമാരിയായിട്ട് ജനിച്ചതല്ല, രാജകുടുംബത്തിലേക്ക് വന്നു. ആ സ്ഥാനം കൊണ്ട് ലോകം മുഴുവൻ അറിഞ്ഞു. രാജകുമാരൻ്റെ ഭാര്യയായി തീർന്നുകൊണ്ട് രാജകുമാരിയായി. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ അറിഞ്ഞു. ലോകത്തിൻ്റെ മാനമനുസരിച്ച് അതീവ സുന്ദരി, ഭയങ്കര സ്മാർട്ട്, ലോകം മുഴുവൻ യാത്ര ചെയ്ത് എല്ലാവരുടെയും കണ്ടിലുണ്ണിയായി. രണ്ടാമത്തെ ആൾ മുഖത്ത് ചുളിവുകൾ വീണ ഒരു പാവം സന്യാസിനി, മദർ തെരേസ. 2 പേരും മരിച്ചതും വലിയ കാലവ്യത്യാസമില്ലാതെയാണ്. 1997
ഓഗസ്റ്റ് മാസം 31-ാം തീയതി ഡയാന മരിക്കുന്നു. സെപ്റ്റംബർ മാസം 5-ാം തീയതി മദർ തെരേസ മരിക്കുന്നു. ലോകം മുഴുവനും ഡയാനയുടെ മരണം ആഘോഷിച്ചു. കാരണം ഒരു സെലിബ്രിറ്റി അല്ലേ. മദർ തെരേസയുടെ മരണം ഭാരതത്തിലെ മീഡിയയൊക്കെ ഭയങ്കരമായിട്ട് കവർ ചെയ്തു. പക്ഷേ ലോക മീഡിയ ഒരു ചെറിയ കോളത്തിലൊക്കെ ലിമിറ്റ് ചെയ്തു. കാരണം സെലിബ്രിറ്റി അല്ലല്ലോ. മദർ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെ മരണത്തിലും കടന്നുപോയി. ഡയാനയുടെ മരണത്തിൽ ഒത്തിരി പേര് കരഞ്ഞു. പക്ഷേ മദർ തെരേസ മരിച്ചപ്പോൾ ഒരുപക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മരണത്തിൽ സത്യം പറഞ്ഞാൽ അവിടെ ദുഃഖമല്ല ഉണ്ടായിരുന്നത്, മറിച്ച് ഒരു സന്തോഷത്തിൻ്റെ ഒരു ആശ്വാസത്തിൻ്റെ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. വേദനയില്ലെന്നല്ല പറഞ്ഞത്. എന്തിന്? സ്വർഗത്തിൽ ഒരു പുണ്യവതി കൂടി നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കാനുണ്ടല്ലോ. 2 വ്യക്തിത്വങ്ങൾ തുറന്നു വെച്ചാൽ, ആദ്യത്തേത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ട ആപ്പിൾ പോലെ അല്ലേ, വളരെ സൗന്ദര്യവതിയൊക്കെ. പക്ഷേ രണ്ടാമത്തെ ആളിലേക്ക് പെട്ടെന്ന് നമ്മളൊന്ന് അട്രാക്റ്റ് ചെയ്യപ്പെടുക സാധ്യത വളരെ കുറവാണ്. ഒരു സാധാ കുനിഞ്ഞ് ചെറിയ ഇങ്ങനെ കൂനിക്കൂടിയ ഒരു സന്യാസിനി. പക്ഷെ ആ സന്യാസിനി മുഖത്തെ ഓരോ ചുളിവിലും അകത്തെ ഈശോയുടെ സൗന്ദര്യം അങ്ങ് നിറച്ചു കഴിഞ്ഞപ്പോൾ തെരേസ എന്ന ആ പാവം സന്യാസിനി ഉപവിയുടെ അമ്മയായി. ഇന്നും അറിയപ്പെടുന്നത് മദർ തെരേസ. ലോകത്തെ സ്വാധീനിച്ച മഹത് വനിതകളെ എടുത്താൽ അതിൽ ആദ്യത്തെ 1 തൊട്ട് 5 വരെയുള്ള സ്ഥാനങ്ങളിൽ കാണും. ഉറപ്പ്. കാലങ്ങളോളം കാണും. ഇവിടെയാണ് പ്രിയപ്പെട്ട മക്കളെ വ്യക്തിത്വം അല്ലേ നമ്മളെയൊക്കെ ആകർഷിക്കുന്ന ഒന്നായി വ്യക്തിത്വം എന്ന് പറയുന്ന പേഴ്സണാലിറ്റി. എന്താണ് ഈ പേഴ്സണാലിറ്റി? നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന അതിനെക്കുറിച്ചാണ്. അതിനോടനുബന്ധമായിട്ട് എൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും. വ്യക്തിത്വം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇവിടെ കുറേ വ്യക്തികളെ നിങ്ങൾക്ക് കാണാം അല്ലേ. നിങ്ങളൊക്കെ ഒത്തിരി അട്രാക്റ്റ് ചെയ്യുന്ന ചില വ്യക്തിത്വങ്ങൾ. ഇവിടെ റൊണാൾഡോ ഉണ്ട്, അപ്പുറത്ത് മെസ്സി ഉണ്ട്, അതിനിടയിൽ കുറേ കായിക താരങ്ങളൊക്കെ ഉണ്ട്. ഈ തൊട്ടടുത്ത കാലത്ത് നിങ്ങൾ കോപ്പ അമേരിക്കയുടെ UEFA കപ്പിൻ്റെ ഒക്കെ ഒരു സീസണിലായിരുന്നു അല്ലേ. ചിലരൊക്കെ കരഞ്ഞിട്ടുണ്ട്. പാവം റൊണാൾഡോയുടെ ടീമൊക്കെ പുറത്തു പോയപ്പോൾ അല്ലേ. ചിലർ കാണും ഉറപ്പ്. അതുപോലെ തന്നെ മെസ്സിയെയും ഒക്കെ ആരാധിക്കുന്നവരുണ്ട് അല്ലേ. ഫുട്ബോളിലെ ദൈവങ്ങളെന്നൊക്കെ പറയും, ദൈവം എന്നൊക്കെ ആ വാക്കിട്ട് വിളിക്കുന്നവർ. പിന്നെ വിണ്ണിലിറങ്ങി വന്ന വേറെ കുറേ താരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, ക്രിക്കറ്റിലെ താരങ്ങൾ. അപ്പം ഇങ്ങനെ ഇവർ പല കാര്യങ്ങൾ കൊണ്ട്, ഒന്നുകിൽ ആകാരഭംഗി കൊണ്ട്, നല്ല പെരുമാറ്റം കൊണ്ട്, മാന്യമായ സംസാരം കൊണ്ട്, അല്ലെങ്കിൽ കായികവും കലാപരവുമായ കഴിവുകളൊക്കെ കൊണ്ട് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നവരാ. നമ്മുടെ ഹീറോസ് അവർ. നമ്മൾ ഇങ്ങനെയുള്ളവരെ നമ്മളിപ്പോൾ നല്ല പേഴ്സണാലിറ്റി അല്ലെ, എന്തൊരു പേഴ്സണാലിറ്റിയാണ് കാണാൻ എന്ന് നമ്മൾ പറയും. ആ പൃഥ്വിരാജ് അങ്ങ് കയറി നിന്ന് ഇംഗ്ലീഷിൽ 2 കാച്ചങ്ങ് കാച്ചുമ്പോഴത്തേനും എന്തൊരു പേഴ്സണാലിറ്റി അല്ലേ. അല്ലെ അവളെ കണ്ടു നോക്കിയേ, ആ ചിരി കണ്ടോ, എന്തൊരു പേഴ്സണാലിറ്റി അല്ലേ, എന്തൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വശം കൂടിയുണ്ട് പ്രിയപ്പെട്ട മക്കളെ. വ്യക്തിത്വത്തിൻ്റെ ആന്തരിക ഘടകങ്ങൾ: സ്നേഹം, നീതി, ആത്മാർത്ഥത, വിശുദ്ധി, സത്യസന്ധത, ക്ഷമാശീലം എന്നൊക്കെയുള്ള. ഇവിടെ നിങ്ങൾ ചിത്രത്തിൽ നോക്കിയേ, തളർന്നിരിക്കുന്നവന് നേരെ, ദുഃഖിച്ചിരിക്കുന്നവന് നേരെ നീളുന്ന ആ കയ്യ്, അല്ലെങ്കിൽ വിശക്കുന്നവന് നേരെ ഒരു തുട്ടുമായി അല്ലെങ്കിൽ പണമായിട്ട് നീളുന്ന ഒരു കൊച്ചു കയ്യ്. നമ്മൾ മുമ്പേ പറഞ്ഞ മദർ തെരേസ, ആരോരുമില്ലാത്ത അല്ലേ ഒരു ബാല്യത്തെ ചേർത്ത് പിടിക്കുന്ന. ഇങ്ങനെയുള്ള ഇവിടെയൊക്കെ ചിലപ്പോൾ നമ്മളീ പറഞ്ഞ ബാഹ്യഘടകങ്ങളുടെ വലിയൊരു ബഹളമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഉള്ളിലെ ആന്തരിക ഘടകത്തിൻ്റെ ആ ഒരു സൗന്ദര്യം, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നല്ലൊരു വ്യക്തിത്വം എന്ന് നമ്മൾ പറയുക. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാം മക്കളെ, പുറമെ നമ്മളൊരു വീട് കാണുമ്പോൾ നമ്മൾ പറയുകയല്ലേ, പുറമെ നോക്കിയാൽ അടിപൊളിയാണ്, പക്ഷെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ ഇനി ജീവിക്കുന്നത് എന്തനുസരിച്ചാണെന്നറിയാമോ? ഈ പുറമേ കണ്ടിട്ടല്ല, ഉള്ളനുസരിച്ചാണ് ജീവിക്കുന്നത്. അങ്ങനെയല്ല വീട്ടിൽ. നിങ്ങളുടെ വീടിൻ്റെ പുറം നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് അകത്ത് മഹാവൃത്തികേടായിട്ട് നടന്നാൽ അവിടെ നിങ്ങൾ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? ഇല്ലല്ലോ. പുറം മോടി ഉണ്ടാവണം, വേണ്ടെന്നല്ല പറയുന്നത്. കാരണം ആദ്യത്തെ ഒരു അട്രാക്ഷൻ വരുന്നത് ഈ പുറമെ വസ്ത്രധാരണം, സംസാരം, പെരുമാറ്റം, ഇതൊക്കെ ഒരു വാതിലെന്ന് പറയും. പക്ഷെ വാതിൽ കടന്നു വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ തനിമ നമ്മൾ അറിയുന്നത്. പക്ഷേ ഇത് രണ്ടും കൂടെ ചേരണം. അങ്ങനെ വരുമ്പോൾ ഗോൾഡൻ ആൾപോർട്ട് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ പറയുക, ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന ശാരീരികവും മാനസികവുമായ ഘടകങ്ങളുടെ നിയതവും ചലനാത്മകവുമായ ക്രമവത്കരണം. വലിയ വാക്കല്ലേ. മിക്കവാറും നിങ്ങൾ ചിലർ എന്നോട് പറഞ്ഞിട്ട്, സാറേ ഇതൊന്നും മലയാളത്തിൽ പറയാവുന്നല്ലേ. ഞാൻ മലയാളത്തിലാണ് പറഞ്ഞത്. സിമ്പിളായിട്ട് പറഞ്ഞ് ഇത്രേ ഉള്ളൂ മക്കളെ. നമ്മുടെ പെരുമാറ്റത്തെയും, നമ്മുടെ സ്വഭാവമൊക്കെ ഇല്ലേ, നമ്മുടെ വാക്കുകൾ, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന, എല്ലാത്തിനെയും കൂടെ, പെരുമാറ്റം, നമ്മുടെ വാക്കുകൾ, ചിന്തകൾ, ഇതിനെല്ലാം കൂടെ അങ്ങോട്ട് നിയന്ത്രിക്കുന്ന ആ എല്ലാ ഘടകങ്ങളും ചേർന്ന വ്യക്തിത്വം എന്ന് പറയുന്നത്.
മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ഒരു ആകർഷണത്തുണ്ട്, വികാര വിചാരങ്ങളുണ്ട്, ആചാര അനുഷ്ഠാനങ്ങളുണ്ട്, ഇതെല്ലാം കൂടെ കൂടുന്നതാണ്. ഈ വ്യക്തിത്വം എന്ന് പറയുന്നതുണ്ടല്ലോ, ഒരു നിമിഷം കിട്ടുന്ന റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന സാധനമല്ല. ഇത് വളർത്തിയെടുക്കേണ്ടതാണ്. എപ്പം തൊട്ട്, ചെറുപ്പം തൊട്ട്. നിങ്ങൾ ആവുന്ന അവസ്ഥ വരെ തമ്പുരാൻ നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന അവസാനത്തെ ആ നിമിഷം വരെ ഒരു കാര്യം ഓർത്തോ മക്കളെ, ഞാനെന്ന ഈ വ്യക്തി, നീ എന്ന ഈ വ്യക്തി ഒരു നിമിഷം കൊണ്ടുണ്ടായതല്ല. നമ്മളൊക്കെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ആ ഒരു മോമെൻറ്റ് മുതൽ, ആ ഒരു നിമിഷം മുതൽ എൻ്റെ വ്യക്തിത്വം രൂപം പ്രാപിക്കുക. ഒരുപക്ഷെ അവിടം തൊട്ട് പോലുമല്ല, എൻ്റെ അപ്പനിൽ, എൻ്റെ അമ്മയിൽ, അപ്പൻ്റെ അപ്പനിൽ, അമ്മയുടെ പേരൻസിൽ, ഇങ്ങനെ തലമുറകളായിട്ട് നമ്മൾ പറയുകയല്ലേ, കർത്താവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും യുഗങ്ങൾക്ക് മുമ്പ് തന്നെ. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നീ എന്നെ കരുതി, ഞാൻ നിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തൊട്ട് തുടങ്ങുക. വിവിധ ജീവിതഘട്ടങ്ങളിലൂടെ ഓരോ ഘട്ടത്തിനും അതിൻ്റെ പ്രസക്തിയുണ്ട് മക്കളെ. ഇപ്പം നിങ്ങൾ ആയിരിക്കുന്ന ഒരു ഘട്ടത്തിന് അതിൻ്റെ പ്രസക്തിയുണ്ട്, അതിന് മുമ്പുണ്ടായിരുന്നതിനുണ്ട്. ഓരോ ഘട്ടത്തിലും നമ്മൾ എടുക്കേണ്ട പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ വ്യക്തിത്വത്തിൻ്റെ തലങ്ങളെ കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഒന്നാമത്തെ, നിങ്ങൾ നോക്കിയ രണ്ട് അടിപൊളി സ്മാർട്ടായിട്ടുള്ള 2 പേരെ നിങ്ങളിവിടെ കാണുന്നുണ്ട്. സ്മാർട്ടായിട്ടുള്ള 2 പേര്. ശാരീരിക തലമെന്ന് പറയും ഒന്ന്, നമ്മൾ ഈ കാണുന്ന തലം. നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞതാണ്. ശരീരത്തിൻ്റെ രൂപം, നിറം, വലിപ്പം, ഉയരം, ഇതൊക്കെ. പക്ഷെ അതുമാത്രമാണോ? അല്ലേ, അതുമാത്രമാണോ? ഇവിടെ നോക്കി 2 പേരെ. ഇതിൽ ഒരാളെ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്, ഈ നിക്ക് വോയ്ച്ചിച്ച് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, മാൻ വിത്തൗട്ട് ലിംസ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അപ്പുറത്തിരിക്കുന്ന ആളെ ഒത്തിരി പേർക്ക് പരിചയമുണ്ടോ? പേരെന്താന്ന് വല്ലതും പിടികിട്ടുന്നുണ്ടോ? ലിസി വെലാസ്കസ് എന്ന് പറയും, അമേരിക്കക്കാരിയാണ്. അവിടെ കൂട്ടുകാരികൾ ലോകത്തിലെ ഏറ്റവും വിരൂപയായ സ്ത്രീ എന്ന് പറഞ്ഞ് കളിയാക്കി കൊല്ലാൻ ശ്രമിച്ചതാണ്, മാനസികമായിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഇന്ന് ലോകത്തിലെ എണ്ണം പറഞ്ഞ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൽ ഒരാളാണ്. അവളുടെ ആ ആകാരത്തെ അവളങ്ങ് സ്വീകരിക്കുക. അവൾ തെളിയിച്ചു, ഇവർ 2 പേരും തെളിയിച്ചതാണ് ലോകത്തിൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഈ ബാഹ്യഘടന കൊണ്ടല്ല എന്ന് അതിൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെയോ ഉണ്ട്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ തലമുണ്ട് മക്കളെ, ബുദ്ധിപരവും കലാപരവും കായികവുമായ കഴിവുകൾ, സിദ്ധികൾ. അത് ജന്മന കിട്ടുന്നതുകൊണ്ട് പരിപോഷിപ്പിച്ചെടുക്കുന്നതുകൊണ്ട്. ഇവിടെ സ്റ്റീഫൻ ഹോക്കിൻസ് വികലാംഗനെ പോലെ ഇങ്ങനെ അനങ്ങാൻ പറ്റാതിരുന്നയാൾ, പക്ഷേ ഐൻസ്റ്റീൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും എണ്ണം പറഞ്ഞ ഫിസിസിസ്റ്റ്. രണ്ടാമത്തെ നമ്മുടെ സ്വന്തം സ്റ്റീഫൻ ദേവസി അല്ലേ, അപ്പുറത്ത് ലിഡിയൻ നാദസ്വരം, പിന്നെ അപ്പുറത്ത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 പേരല്ലേ നിങ്ങളുടെ ആരാധനാപാത്രങ്ങളല്ലേ, അതുകൊണ്ട് ഞാൻ അവിടെ കൊടുത്തതേ ഉള്ളൂ അല്ലേ. ഇവരൊക്കെ ജന്മന കിട്ടിയതുകൊണ്ട്, പക്ഷേ പരിശ്രമത്തിലൂടെ വളർത്തിയെടുത്തതുണ്ട്. നമ്മളതിനെ സിദ്ധിപരമെന്ന് പറയും, മൈൻഡിൻ്റെ തലത്തിലുള്ളത്, മനസ്സിൻ്റെ തലത്തിൽ. തീർന്നില്ല. മൂന്നാമത്തേത് ആത്മീയ തലം, മൂല്യങ്ങളുടെ തലം. സ്വാഭാവിക മൂല്യങ്ങളുണ്ട്, വ്യക്തിപരമായ മൂല്യങ്ങളുണ്ട്, മതാത്മക മൂല്യങ്ങളുണ്ട് അല്ലേ. സ്വാഭാവിക മൂല്യങ്ങൾ ഒരു മനുഷ്യനെന്ന നിലയിൽ നാച്ചുറലി സ്വാഭാവികമായിട്ടും നമ്മൾ എടുക്കേണ്ട സ്നേഹം, നീതി, അനുകമ്പ. അതുപോലെ തന്നെ വ്യക്തിപരമായ ലാളിത്യം, ശുചിത്വം, നമ്മളെ തന്നെ വേർതിരിച്ച് നിർത്തുന്ന നമുക്ക് അത്യാവശ്യം വേണ്ട ചില മൂല്യങ്ങൾ. അതോടൊപ്പം തന്നെ മതാത്മക മൂല്യങ്ങൾ. നമ്മളിതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈശോയുടെ വ്യക്തിത്വവുമായി നമ്മൾ സംവേദിച്ചപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. അപ്പം അങ്ങനെ 3 തലത്തിൽ പ്രിയപ്പെട്ട മക്കളെ വീണ്ടും നോക്കിയാൽ, ഇവിടെ മാവേ നല്ല മാങ്ങ കിടപ്പുണ്ട്, ഒരുത്തൻ നെറിയുന്നുണ്ട്, വേറൊരുത്തൻ അവിടെ ഗോളി വെച്ച് കയറുന്നുണ്ട്, തോട്ടിയിട്ട് പറിക്കുന്നുണ്ട്, ഒരുത്തൻ താഴെ എഴുന്നപ്പുണ്ട്, അയ്യോ മാങ്ങ കിടപ്പുണ്ടേ, പാവം എല്ലാവർക്കും മാങ്ങ കിട്ടുന്നുണ്ടല്ലോ, ഞാൻ എന്നാ ചെയ്യും, ഞാൻ പാവം, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ. അവിടെ വേറൊരാൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെവിടെയോ വീണത് പെറുക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. വ്യക്തിത്വ വളർച്ചയിലേക്ക് ഈ വളർച്ചയിലേക്ക് നമ്മൾ ഉന്നം വയ്ക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ചില മോഡലുകളാണ്. വെറുതെ ഒന്നും കിട്ടുന്നതല്ല മക്കളെ ഈ വ്യക്തിത്വം എന്ന് പറയുന്നത്. പരിശ്രമിക്കണം. ഒന്നുമല്ല, കല്ലെടുത്ത് എറിയെങ്കിലും വേണം അല്ലേ, എറിഞ്ഞ് വീഴിക്കണം. ചിലർ ഗോളി വെക്കും, നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് പോകും അല്ലേ, തോട്ടിയിട്ട് പറിക്കുന്നവരെ പോലെ സിസ്റ്റമാറ്റിക്കായിട്ട് ട്രെയിൻഡായിട്ട് അങ്ങനെ പോകുന്നവരുണ്ട്. വേറെ ചിലരുണ്ട്, അയ്യോ എന്നെ ഒന്നിനും കൊള്ളത്തില്ലേ. പ്രിയപ്പെട്ട മക്കളെ, ദയവ് ചെയ്ത് ആ ഒരു മനോഭാവം നമ്മൾ എടുക്കരുത്. ലോകത്തിൽ തമ്പുരാൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും അവിടുത്തെ ഛായയിലാണ്, അവിടുത്തെ വ്യക്തിത്വത്തിലാണ്. ആ വ്യക്തിത്വത്തിലേക്ക് നമുക്ക് വളരണം. ജീവിതത്തിൽ ലക്ഷ്യങ്ങളുണ്ടാവണം, അതിനാഗ്രഹമുണ്ടാവണം, കഠിനാധ്വാനം ചെയ്യണം. ഇതാണ് വ്യക്തിത്വ വികാസം നേടുന്നതിനുള്ള മാർഗങ്ങൾ. നമ്മൾ ഈ ആഴ്ചത്തെ ചിന്തകൾ നമ്മൾ അവിടെ അവസാനിപ്പിക്കുക. ഇതൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് എടുത്തേച്ചാൽ മതി. ഇനി നിങ്ങൾ ഈ ആഴ്ച ചിന്തിക്കേണ്ടത് നമ്മളെക്കുറിച്ച് ചിന്തിക്കാം. എന്നെക്കുറിച്ച് എനിക്ക് ലക്ഷ്യമുണ്ടോ? അതിനുവേണ്ടി ലക്ഷ്യങ്ങളൊക്കെ കാണും, സ്വപ്നങ്ങൾ കാണും, പക്ഷേ ഞാൻ അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ? എൻ്റെ വ്യക്തിത്വത്തിൻ്റെ എൻ്റെ കായികമായിട്ട് എന്ത് കഴിവുണ്ടോ, കലാപരമായിട്ടുണ്ടോ, ശാരീരികമായിട്ടുള്ള സിദ്ധിപരമായിട്ടുള്ള എൻ്റെ മൂല്യങ്ങൾ എന്തൊക്കെ ഒന്ന് ചിന്തിക്കാം മക്കളെ.
അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അതിനു മുൻപ് ഈശോയോട് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എൻ്റെ ഈശോയെ, ഞാൻ എന്നിലേക്കൊന്ന് ഇറങ്ങുക. എൻ്റെ ഈശോയെ, ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് എവിടെയൊക്കെയോ ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഒത്തിരി നന്മകളും എന്നിലുണ്ട്, ഒത്തിരി സാധ്യതകളുണ്ട്. എൻ്റെ ഈശോയെ, ആ സാധ്യതകളിലേക്ക് നിൻ്റെ ആത്മാവിൻ്റെ വെളിച്ചം നീ അയക്കണമേ, എന്നെ പ്രകാശിപ്പിക്കണമേ, എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഇരുണ്ട ഭാഗങ്ങളെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ഈശോയുടെ വളർച്ചയിൽ, പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലുമുള്ള വളർച്ചയിൽ അമ്മ കൂടെ നടന്ന പോലെ ഞാനും അമ്മയുടെ മകനല്ലേ, എൻ്റെ കൂടെ ഉണ്ടാവണമേ എൻ്റെ അമ്മേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.